ഹായ് ഓൾ വെൽക്കം ടു മൈ ഹോം മൈ ലൈഫ്. മൈ ഹോം മൈ ലൈഫിൻ്റെ അടുത്തൊരു ഹോം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ മാസമെല്ലാം അമ്മമാർക്ക് നല്ല ബിസിയാണ്. ബോർഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ ചെറിയ കുട്ടികൾക്ക് ആനുവൽ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ പഠിപ്പിക്കാനും പിന്നെ വലിയ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ തന്നെ പഠിക്കും എങ്കിലും അവരെ ഓർത്തിട്ടുള്ളൊരു ടെൻഷൻ, അങ്ങനെ അതുപോലെ അവരെ പഠിപ്പിച്ച് സ്കൂളിലേക്ക് വിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങളും എല്ലാ അമ്മമാരും തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാ അമ്മമാർക്കും അതുപോലെ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. എൻ്റെയും അതുപോലെ തന്നെയാണ് സ്ഥിതി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ആനുവൽ എക്സാം, അതുപോലെ +2 പഠിക്കുന്ന മോൾക്ക് ബോർഡ് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമുക്കിന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ എൻ്റെ മോർണിംഗ് റൂട്ടീൻ, ഇതുപോലെ ഗാർഡനിങ്ങിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അഡേനിയം ഡെസേർട്ട് റോസ് പ്രൂണിങ് ആണ്. ഫെബ്രുവരി ആണ് ബെസ്റ്റ് ടൈം പ്രൂൺ ചെയ്യാനായിട്ട്. പക്ഷേ രാവിലെ മഞ്ഞൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഈർപ്പമോ വെള്ളമോ നിന്ന് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് മഞ്ഞില്ലാത്ത സമയത്ത് ചെയ്യണമെന്ന് പറയുന്നത്. അത് ഫെബ്രുവരി ലാസ്റ്റ് ടു മാർച്ച് പകുതി അല്ലെങ്കിൽ മാർച്ച് വരെ നമുക്ക് ചെയ്യാവുന്നതാട്ടോ. ഇപ്രാവശ്യം ഞാൻ ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലാണ് ചെയ്തത്. ഇത് ഷൂട്ട് ചെയ്തത് ആ സമയത്താണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. നല്ല മൂർച്ചയുള്ള പുതിയ ബ്ലേഡ്, പിന്നെ ഫംഗിസൈഡ്, സാഫ് എന്ന് പറഞ്ഞ ഫംഗിസൈഡ്, അല്ലെങ്കിൽ നമുക്ക് DIY ഫംഗിസൈഡ് ഉണ്ട്. അതിന് നമുക്ക് കറുവപ്പട്ടയുടെ പൊടിയും കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ടുള്ളൊരു പൊടി, അത്രയേ ഉള്ളൂ. അപ്പം നമ്മളിത് മുറിച്ച് കഴിയുമ്പോൾ, പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ എന്താ പറയുക, ഈ സീഡ്സ് ഉണ്ടല്ലോ അഡീനിയത്തിൻ്റെ, അത് നമ്മൾ നട്ടുപിടിപ്പിച്ച് എനിക്ക് തോന്നുന്നു 2 വർഷമായി തോന്നുന്നു നട്ടുപിടിപ്പിച്ചിട്ട് ഇത്ര ആയതാണ്. അപ്പോൾ ഇത് മുറിക്കാറായിട്ടില്ല, ഇതിൻ്റെ തണ്ടൊക്കെ തീരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് റീപോർട്ട് ചെയ്തു. ഇനി ഇത് കുറച്ച് വലിയ അഡീനിയംസ് ആണ്. ഇത് മദർ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ നല്ല തണ്ടൊക്കെ നല്ല തടിയുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രൂൺ ചെയ്യാം. ഇതിനെ ഞാൻ റീപോർട്ട് ചെയ്യുകയും പ്രൂൺ ചെയ്യുകയും ചെയ്യാണ്. റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളമിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം.
അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അത് നന്നായിട്ട് ഡ്രെയിനേജ് സിസ്റ്റം വേണം, നന്നായിട്ട് ഒഴുകി പോകണം അത്. അതുപോലെ മണ്ണ് നമ്മൾ ചെയ്യുമ്പം നല്ലോണം മണലുണ്ടാവണം, കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം. ഇത് പെട്ടെന്ന് ചീഞ്ഞു പോയി, ഇതിൻ്റെ കാഡക്സ് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വെള്ളം നന്നായി പോകണം. പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കാഡക്സ് കണ്ടോ, വണ്ണമുള്ള ഭാഗം അത് മുകളിലായിട്ട് നിൽക്കണം. അതൊരിക്കലും മണ്ണിലേക്ക് ഇതായി പോകാൻ പാടില്ല, മറിഞ്ഞു നിൽക്കാൻ പാടില്ല. അപ്പം അതിൻ്റെ റൂട്ട്സ് മാത്രം മണ്ണിലേക്ക് നിൽക്കണം, ആ കട്ടിയുള്ള ഭാഗം പുറത്തേക്ക് നിൽക്കണം. എൻ്റെ മറ്റേ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, എൻ്റെ ഏറ്റവും താഴത്തെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവളുടെ റൂമിൽ മുയലിനെ വളർത്തുന്നുണ്ട്, ഒറ്റ മുയലേ ഉള്ളൂ കേട്ടോ, മുയലിനെ വളർത്തുന്നുണ്ട്. അപ്പം പട്ടീനെ കുളിപ്പിക്കാൻ, പട്ടീനെ കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നേരവും സമയം ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും നോക്കാൻ പറ്റാത്തത്. അപ്പം ഇന്ന് അവൾക്ക് പട്ടീനെ കുളിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഞാൻ പുറത്ത് കുറച്ച് ഗാർഡനിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കാണ്. അപ്പം എന്തായാലും അവളെ ഒന്നും അതിനും സഹായിക്കാമെന്ന് വിചാരിച്ച്. അപ്പം അതാണ് അതിൻ്റെ ഇടയിൽ നടക്കുന്നത്.
ഞങ്ങളുടെ സ്നോയി പട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനായിട്ട്. അവൻ്റെ ആ ഒരു സ്പോട്ടാണ് ഈ അലക്കക്കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കുക എന്നുള്ളത്. അതിൻ്റെ മുകളിൽ നേരെ ഓടി കയറി കയറി നിന്നോളും. ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനായിട്ട്. അതുപോലെ മോള് അതിൻ്റെ ഒപ്പം നമുക്ക് ഇങ്ങനെ കുറച്ച് ഇയർ ക്ലീനിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു വെറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യണം ഒക്കെ പറഞ്ഞു കൊടുത്ത കാരണം അവൾക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. ഓക്കെ, നമ്മുടെ പ്രൂണിങ് എല്ലാം കഴിഞ്ഞിട്ടോ. ഇതിപ്പോൾ നല്ല തടിയുള്ള തണ്ടുകളാണ്. അപ്പോൾ അതിനെ നമുക്ക് പ്രൂൺ ചെയ്യാം. ഇത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് പുറത്ത് വെയിലത്താണ് വെക്കേണ്ടത്. ഇനി നമ്മൾ ഫംഗിസൈഡൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ മറ്റേ കറുവപ്പട്ടയുടെയും മഞ്ഞളുടെയും പൊടി ഉപയോഗിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇതാണ് അപ്ലൈ ചെയ്യണേ. ഇല്ലെങ്കിൽ നിങ്ങൾ DIY ഉപയോഗിച്ചാൽ മതി, അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ മുറിച്ച തണ്ടുകളുണ്ടല്ലോ, അതൊക്കെ ഞാൻ കളയണ്ടെന്ന് വിചാരിച്ചു. ഒരു ചെറിയ ചട്ടിയിൽ ഞാൻ കുറച്ച് മണ്ണും വളമൊക്കെ ഇട്ടിട്ട് ഞാൻ ആ തണ്ടുകളൊക്കെ അത് പിടിപ്പിച്ചേക്കാണ്. അപ്പോൾ അതിൽ നിന്ന് വേര് വരും. ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്ന് അറിഞ്ഞൂടെ, എന്തായാലും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ പിടിക്കട്ടെ. പ്രൂണിങ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റീപോട്ടിങ്ങും പ്രൂണിങ്ങും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നനച്ച് കൊടുക്കണം. ശ്രദ്ധിക്കണം, പ്രൂൺ ചെയ്ത ഭാഗത്തൊന്നും വെള്ളം നനയാൻ പാടില്ല.
ഓക്കെ, അപ്പോൾ ഇത് നനച്ചു കൊടുക്കുക. ഒരു ഒന്നരാടം വെച്ചൊക്കെ നനച്ചു കൊടുക്കുക കേട്ടോ. വെയിലിൻ്റെ ഇതനുസരിച്ച് വേണം നമുക്കിതിൻ്റെ ഇതിൻ്റെ ഇലകളൊക്കെ വരണമല്ലോ. അപ്പം അത് വരുന്ന വരെ നമുക്ക് ഒന്നരാടമൊക്കെ വെച്ചൊന്ന് നനച്ചു കൊടുക്കാം. ഈ പ്രൂണിങ്ങും റീപോട്ടിങ്ങും എല്ലാം ഞാൻ പഠിച്ചതും കണ്ടുപഠിച്ചതൊക്കെ എല്ലാതും പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ്. ഓരോ യൂട്യൂബ് വീഡിയോസ് കാണുമ്പോൾ അതിനകത്ത് കുറേ സിമിലാരിറ്റീസൊക്കെ കാണും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ ചെയ്ത് നോക്കുന്നത്. ഗാർഡനിങ് അത്യാവശ്യം നല്ല പണിയാണ്. അതിൻ്റെ പക്ഷേ ഒരു റിസൾട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് ട്രൈ ചെയ്തു. ഇതിൻ്റെയൊക്കെ റിസൾട്ട്സ് വരുമ്പം ഞാൻ കാണിക്കുന്നതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്